CPI ഭരണിക്കാവ് മണ്ഡലം സമ്മേളനം ആരംഭിച്ചു. മണ്ഡലം പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ഭരണിക്കാവ് മണ്ഡലം സമ്മേളനം ആരംഭിച്ചു. മണ്ഡലം പ്രതിനിധി സമ്മേളനം കൊയ്പ്പള്ളി കാരാഴ്മ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ രണ്ടാമത്തെ തുടർഭരണം ഇവിടെ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് നമുക്ക് നിശ്ചയമായും ന്യായമായും പറയാൻ കഴിയുന്ന സഖാവ് CH തന്നവന്റെ കാലത്തിന് ശേഷം വീണ്ടും ഒരു തുടർച്ചയായ ഭരണം കേരളത്തിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടു കൂടിയാണ്. അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ, എല്ലാ കാലത്തും നിൽക്കുന്ന വികസനത്തിന്റെ കാര്യത്തിൽ അസാധാരണങ്ങളായ പങ്കുവഹിച്ച ഒരു ഗവൺമെന്റാണ്. ചരിത്രമറിയുന്ന ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഒരു പാർട്ടിയുമുള്ള നിലയിൽ CPI അതിനെ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അച്യുതാനന്ദന്റെ മുമ്പും അതിനുശേഷവും ഒക്കെ ആ നിലയിൽ ഒരു മാതൃകാപരമായ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആർക്കും അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഞാൻ നമ്മുടെ വേദികളിൽ തന്നെ നിരന്തരം സംസാരിക്കുകയും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് എന്നതുകൊണ്ട് അവന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും നിറഞ്ഞു നിൽക്കുന്ന, എക്കാലത്തും വെളിച്ചം പകരുന്ന ഒരു 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 വഴിവിളക്കായി സഖാവ് അച്യുതാനന്ദൻ നിൽക്കുന്നു എന്ന കാര്യത്തിൽ രാഷ്ട്രീയം അറിയുന്ന ആർക്കും സംശയമില്ല. പക്ഷെ നമുക്ക് 70കളിലെ ഭൂപരിഷ്കരണത്തിന്റെ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിരിക്കുന്ന നല്ല പരിശ്രമങ്ങൾ, സമരങ്ങൾ മാത്രം പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കേരളത്തിൽ നടത്തിയിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പുതിയ തലമുറയെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതിയ കാലം എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിരിക്കുന്ന വെല്ലുവിളികളാണ്. നാം ജീവിക്കുന്ന ലോകം എന്താണ് എന്നതിനെ സംബന്ധിച്ചൊന്നും ഞാൻ ഇപ്പൊ തന്നെ നീണ്ടുപോയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി ഇതിനെ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളം പോലെ വളരെയധികം വളർന്നു വരുന്ന, വളരെയധികം വിദ്യാസമ്പന്നരായിരിക്കുന്ന ചെറുപ്പക്കാരികളും കുട്ടികളുമുള്ള ഒരു നാട്ടിൽ നമുക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായി മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാമാന്യം മെച്ചപ്പെട്ട പരിശ്രമങ്ങൾ നടത്തി എന്നതാണ് LDF ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എനിക്കറിയാം, ഞാൻ നിങ്ങളെ ഇവിടെ ഒരു രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കും. സ്വാഭാവികമായും പൊതുസമൂഹത്തിനകത്തും നമ്മുടെ പാർട്ടി മുകളിൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ചില വിമർശനങ്ങൾ ഉയർത്തി. അതെല്ലാം ന്യായമാണ്. പക്ഷേ LDFന് പകരം വെക്കാൻ കഴിയുന്നത് കുറെ കൂടി മെച്ചപ്പെട്ട LDF ആണ് എന്നതാണ് യാഥാർത്ഥ്യം. BJPയുടെ ഒരു വർഗീയ അജണ്ടക്കേറ്റ തിരിച്ചടിയോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2024 തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് വർഗീയതക്കെതിരായിട്ടുള്ള ഒരു മതേതര ബദൽ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പാർട്ടി, കോൺഗ്രസും അതുപോലെ തന്നെ പാർട്ടി സമ്മേളനങ്ങളും എല്ലാം നടക്കുന്നത്. ഡോക്ടർ P. ജനാർദ്ദനക്കുറുപ്പ് പതാക ഉയർത്തി. K. സുകുമാരൻ, റഹീം കൊപ്പാറ, N. സോമലത, അഡ്വക്കേറ്റ് അമൽരാജ് എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. ആദർശിവൻ രക്തസാക്ഷി പ്രമേയവും അമൽരാജ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് M. K. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് S. സോളമൻ, AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് A. ഷാജഹാൻ, അഡ്വക്കേറ്റ് KS രവി, KG സന്തോഷ്, R. ഗിരിജ എന്നിവർ സംസാരിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി S. ആദർശ് രാഷ്ട്രീയ റിപ്പോർട്ടും മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് N. ശ്രീകുമാർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. റിപ്പോർട്ടിന്മേൽ ഗ്രൂപ്പ് ചർച്ച നടന്നു. CDNet ന്യൂസ്, കായംകുളം.